ഏതു വിധത്തിൽ നോക്കിയാലും ഫലം ഒന്നു തന്നെയാണ്. നാം ഒന്നാണ്. നാം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ആ ഒരൊറ്റ ഊർജമണ്ഡലത്തിന്റെ, ആ ഒരൊറ്റ പരമോന്നത മനസ്സിന്റെ, ആ ഒരൊറ്റ പ്രജ്ഞയുടെ, സൃഷ്ടിപരമായ ആ ഒരൊറ്റ സ്രോതസ്സിന്റെ ഭാഗമാണ് നാം എല്ലാം. നിങ്ങൾക്കിതിനെ എന്തു വേണമെങ്കിലും വിളിക്കാം, പക്ഷേ എല്ലാം ഒന്നാണ്. നാം എല്ലാം ഒന്നാണ് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിങ്ങൾ ആകർഷണ നിയമത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും പരിപൂർണമാണെന്ന വസ്തുത നിങ്ങൾക്ക് ബോധ്യപ്പെടും. അന്യരെ കുറിച്ച് നിങ്ങൾ നെഗറ്റീവായ അല്ലെങ്കിൽ നിഷേധാത്മകമായ ചിന്തകൾ എന്തുകൊണ്ടാണ് നേരെ തിരിച്ച് നിങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും. നാം എല്ലാം ഒന്നു തന്നെയാണ്. നിഷേധാത്മകമായ ചിന്തകളെയും വികാരങ്ങളെയും പ്രസരിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് സ്വയം വിളിച്ചു വരുത്തിയാലല്ലാതെ വിനാശകരമായ ഒന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. എന്താണ് വേണ്ടതെന്ന് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉളവാകുന്നത് നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളുമാണെങ്കിൽ നിങ്ങൾ ആ പരമമായ നന്മയിൽ നിന്ന് നിങ്ങളെ തന്നെ വേർപെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലുണ്ടായ ഓരോ നിഷേധാത്മകമായ വികാരങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചു നോക്കുക. അവയോരോന്നും ഭയത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വ്യത്യസ്തനാണ് എന്ന് ചിന്തിക്കുന്നതിനാലാണ്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ സ്വയം വേർതിരിച്ചു കാണുന്നതിനാലാണ് ഓരോ നിഷേധാത്മകമായ വികാരങ്ങളും നിങ്ങളിൽ ഉളവാകുന്നത്. വേർതിരിവ് എന്നതിന് ഒരു ഉദാഹരണമാണ് മത്സരം. മത്സരത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലുദിക്കുന്നത് അപര്യാപ്തതയുടെ മനോനിലയിൽ നിന്നാണ്. എല്ലാവർക്കും വേണ്ടത് ഇവിടെയില്ല, ഉള്ളത് പരിമിതമാണ്. അതിനാൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ മത്സരിച്ച് നേടേണ്ടിയിരിക്കുന്നു എന്ന ചിന്തകളിൽ നിന്നാണ് മത്സര ചിന്ത വരുന്നത്. മത്സരത്തിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല. ജയിച്ചുവെന്നു പലപ്പോഴും തോന്നുന്നുവെങ്കിലും ആകർഷണ നിയമപ്രകാരം നിങ്ങൾ മത്സരത്തിനൊരുങ്ങുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നിങ്ങളോട് മത്സരിക്കാൻ അനേകം വ്യക്തികളെയും സന്ദർഭങ്ങളെയും നിങ്ങൾ ആകർഷിച്ചു വരുത്തും. ഒടുവിൽ നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും. നമ്മളെല്ലാം ഒന്നാണ്. അതിനാൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരം നിങ്ങളോട് തന്നെയാണ്. മത്സരചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. സൃഷ്ടിയോന്മുഖമായ മനസ്സുണ്ടാവണം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ദർശനങ്ങളിൽ മാത്രം മനസ്സു കേന്ദ്രീകരിക്കുക. മത്സരങ്ങൾക്ക് ഇടം നൽകാതിരിക്കുക. എല്ലാറ്റിൻ്റെയും സ്രോതസ്സും ദാതാവും ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ നാം ആവശ്യപ്പെടുന്നതെല്ലാം വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ആകർഷണ നിയമം നമുക്ക് എത്തിച്ചു തരും. ആകർഷണ നിയമം ഒരു സംഭരണ നിയമമാണെന്ന് കണക്കാക്കുക. അനന്തമായ ശേഖരത്തിൽ നിന്ന് ആവശ്യമുള്ളതെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു നിയമമാണത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഏറ്റവും മികച്ച തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച വ്യക്തികളും സംഭവങ്ങളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകുന്നത് ആളുകളല്ല. അങ്ങനെ ഒരു തെറ്റായ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂനത അനുഭവപ്പെടും. കാരണം ഒരു സ്രോതസ്സായി നിങ്ങൾ കാണുന്നത് ചുറ്റുമുള്ള ലോകത്തെയും അതിലെ വ്യക്തികളെയുമാണ്. എന്നാൽ യഥാർത്ഥ സ്രോതസ് നമ്മൾ പരമാത്മാവ്, ദൈവം, അനന്തമായ ജ്ഞാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കുന്ന ആ അദൃശ്യ മണ്ഡലമാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ച സ്രോതസ്സുമായി ഐക്യപ്പെടുന്ന തരംഗദൈർഘ്യത്തിലേക്ക് എത്തുന്നതിലൂടെ നിങ്ങൾ ആകർഷണ നിയമപ്രകാരം നേടുന്നതാണ്. സർവവ്യാപിയായ മഹാജ്ഞാനം വ്യക്തികളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും അതിനായി ചലിപ്പിച്ചതുകൊണ്ടാണ്. അതാണ് നിയമം. ലിസ നിക്കോളാസ്. നമ്മുടെ ശരീരം, ഭൗതിക സ്വത്വം പലപ്പോഴും നമ്മുടെ മനസ്സുകളെ വ്യതിചലിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് മാത്രം. വാസ്തവത്തിൽ ആത്മാവ് എത്രയോ വലുതാണ്. ശാശ്വതമായ ജീവനാണ് നിങ്ങൾ. മനുഷ്യരൂപത്തിലുള്ള പൂർണ്ണതയാർന്ന ദൈവ സാക്ഷാത്കാരമാണ്. മൈക്കൽ ബെർണാഡ് ബേക്ക്വിത്ത്. ദേവപ്രമാണ ഭാഷയിൽ നമ്മൾ ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്നു വേണമെങ്കിൽ പറയാം. ഈ പ്രപഞ്ചത്തിന്റെ ആത്മബോധത്തിന്റെ മറ്റൊരു പ്രകടനമാണ്. ചുരുൾ നിവരുന്ന സാധ്യതകളുടെ അനന്തമണ്ഡലമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം തികച്ചും സത്യവുമാണ്. നിങ്ങൾ എന്താണോ അതിന്റെ 99% കാണാനോ സ്പർശിക്കാനോ കഴിയാത്തതാണ്. ആർ ബക്മിൻസ്റ്റർ പുള്ളർ. ഭൗതിക ശരീരത്തിലെ ദൈവ സാന്നിധ്യമാണ് നിങ്ങൾ. ദേഹിയും ദേഹവുമാണ് നിങ്ങൾ. ശാശ്വത ജീവന്റെ സ്വയം പ്രകാശമാണ് നിങ്ങൾ. പ്രാപഞ്ചിക അസ്തിത്വമാണ് നിങ്ങൾ. ഊർജമാണ്, വീക്ഷണമാണ്, ജ്ഞാനമാണ്, പൂർണ്ണതയാണ്.
നിങ്ങൾ സ്രഷ്ടാവാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ എന്ന സൃഷ്ടിക്ക് രൂപം നൽകുന്നത് നിങ്ങളാണ്. ജെയിംസ് റേ. എല്ലാ പൗരാണിക ജ്ഞാനങ്ങളും നമ്മെ പഠിപ്പിച്ചത് സ്രഷ്ടാവിന്റെ രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. അതിനർത്ഥം ഈ ലോകത്തെ സൃഷ്ടിക്കാനുള്ള ദൈവികമായ ഊർജവും ശക്തിയും നിങ്ങളിലുണ്ട് എന്നാണ്. അതാണ് നിങ്ങൾ. ഇന്നോളം നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തിനൊത്ത വിശിഷ്ടമായ കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കാം, ഇല്ലായിരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുണ്ടായ ഫലങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചവയാണോ? അവ നിങ്ങളുടെ മൂല്യത്തിനൊത്തവയാണോ? അങ്ങനെയല്ല എങ്കിൽ അതെല്ലാം മാറ്റുവാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴല്ലേ? കാരണം അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾ നേടിയിട്ടുണ്ടല്ലോ. എല്ലാ ശക്തിയും നമ്മളിൽ നിന്നു തന്നെ ഉത്ഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാവുന്നതുമാണ്. റോബർട്ട് കോളിയൻ. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലമല്ല. ജാക്ക് കാൻഫീൽഡ്. ജീവിതത്തിൽ ബലിയാടാക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ധാരാളം ആളുകൾ കരുതുന്നുണ്ട്. അവർ മിക്കപ്പോഴും കഴിഞ്ഞകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കും. പലപ്പോഴും അത് ദ്രോഹിക്കുന്ന മാതാപിതാക്കൾ, താളം തെറ്റിയ കുടുംബ പശ്ചാത്തലം എന്നിവയായിരിക്കും. ഏതാണ്ട് 85% കുടുംബങ്ങളും ഇങ്ങനെയൊക്കെ ആണെന്ന് മനഃശാസ്ത്രർ പറയുന്നു. അതിനാൽ ഇത് നിങ്ങളുടെ മാത്രം സവിശേഷമായ ഒരു സ്ഥിതിയൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കൾ മദ്യപാനികളായിരുന്നു. അച്ഛൻ എന്നെ ഉപദ്രവിക്കാറുണ്ട്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അമ്മ വിവാഹമോചനം നേടിപ്പോയി. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും മിക്കവരുടെയും കഥകൾ. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ തന്നെ മനസ്സു കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തു വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് മനസ്സു കേന്ദ്രീകരിക്കാം. വേണം എന്ന് ആഗ്രഹിക്കുന്നതിലേക്ക് മനസ്സു കേന്ദ്രീകരിച്ചു തുടങ്ങിയാൽ വേണ്ടാത്ത കാര്യങ്ങൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. വേണ്ട കാര്യങ്ങൾ വികാസം പ്രാപിക്കുകയും മറ്റുള്ളവ അപ്രത്യക്ഷമാകുകയും ചെയ്യും. ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങൾ മാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഴിഞ്ഞകാല ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളും നിരാശകളും വീണ്ടും വീണ്ടും മനസ്സിൽ അലയടിക്കുന്ന ഒരു വ്യക്തി ഭാവിയിലും അത്തരത്തിലുള്ള ദൗർഭാഗ്യങ്ങളും നിരാശകളും വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഭാവിയിൽ ഭാഗ്യദോഷങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത്തരം ഭാഗ്യദോഷങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പ്രിൻസ് മാൾഫോൾട്ട്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അന്നത്തെ കഷ്ടതകളിൽ മനസ്സു കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാൽ ഇപ്പോൾ നിങ്ങൾ അത്തരം കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തും. കഴിഞ്ഞു പോയത് എന്തോ ആകട്ടെ, വിട്ടുകളയുക. നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ അത് ചെയ്യണം. കഴിഞ്ഞ കാല സംഭവങ്ങളുടെ പേരിൽ ആരോടെങ്കിലും പകയോ വൈരാഗ്യമോ മനസ്സിൽ വെച്ചു പുലർത്തിയാൽ അതിന്റെ ദോഷം അനുഭവിക്കുക നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ബോധപൂർവം മനസ്സു കേന്ദ്രീകരിക്കുമ്പോൾ, നന്മയുടെ വികാരങ്ങൾ നിങ്ങൾ പ്രസരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആകർഷണ നിയമം പ്രതികരിക്കും. ഒരു തുടക്കം കുറിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൂടെ നിങ്ങൾ ആ മാന്ത്രിക ശക്തിയെ കെട്ടഴിച്ചു വിടുകയാണ്. ലിസ നിക്കോളാസ്. നിങ്ങളുടെ വിധി രൂപകൽപ്പന ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. രചയിതാവ് നിങ്ങളാണ്. കഥ നിങ്ങൾ എഴുതുന്നു. പേന നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. കഥയുടെ പരിണാമം നിങ്ങൾ നിശ്ചയിക്കുന്നു. മൈക്കൽ ബെർണാഡ് ബാക്കവിത്ത്. ആകർഷണ നിയമത്തിന്റെ ഏറ്റവും മനോഹരമായ ഗുണം ഇതാണ്: നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ആരംഭിക്കാം. യഥാർത്ഥ ചിന്തകൾ ചിന്തിച്ചു തുടങ്ങാം. നിങ്ങൾക്കുള്ളിൽ ശ്രുതിലയ സാന്ദ്രമായ സന്തോഷത്തിന്റെ വികാരങ്ങൾ സൃഷ്ടിക്കാം. ആകർഷണ നിയമം അതിനനുയോജ്യമായി പ്രതികരിക്കും. ഡോക്ടർ ജോ വിറ്റാലെ. ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ചില വിശ്വാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടതിലധികമുണ്ട്. എനിക്കു പ്രായം കൂടി വരികയല്ല, ഞാൻ ചെറുപ്പമാവുകയാണ് എന്നൊക്കെ പോലെയുള്ള വിശ്വാസങ്ങൾ ആകർഷണ നിയമം പ്രയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള പോലെ അത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. മൈക്കൽ ബെർണാഡ് ബാക്കവിത്ത്. ഇനി നിങ്ങൾക്ക് മോചനം നേടാം. പരമ്പരാഗതമായ രീതികളിൽ നിന്ന്, സാംസ്കാരികമായ നിയമാവലികളിൽ നിന്ന്, സാമൂഹ്യ വിശ്വാസങ്ങളിൽ നിന്ന് ആത്യന്തികമായി നിങ്ങൾക്ക് തെളിയിക്കാം നിങ്ങൾക്കുള്ളിലുള്ള ശക്തിയാണ് ഈ ലോകത്തിലുള്ള സകല ശക്തിയേക്കാളും വിശിഷ്ടമായ ശക്തിയെന്ന്. ഡോക്ടർ ഫ്രെഡ് അലൻ വൂൾഫ്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും,
കൊള്ളാം, നല്ല കാര്യം. പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എന്നെ അവൾ അനുവദിക്കില്ല. അതുമല്ലെങ്കിൽ ഞാനത് ചെയ്യുവാൻ അയാൾ ഒരിക്കലും അനുവദിക്കില്ല. എന്റെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നുമില്ല. അത് ചെയ്യാൻ കരുത്തുള്ള ആളല്ല ഞാൻ. അത് ചെയ്യാൻ തക്കവണ്ണം പണക്കാരനല്ല ഞാൻ. എനിക്ക് സാധിക്കില്ല, എനിക്കത് സാധിക്കില്ല, എനിക്ക് സാധിക്കില്ല. അങ്ങനെ പോകും. ഓരോ എനിക്ക് സാധിക്കില്ല പ്രസ്താവനയും ഒരു സൃഷ്ടിയുമാണ്. എനിക്ക് സാധിക്കില്ല എന്നു നിങ്ങൾ പറയുമ്പോൾ പറയുന്നതിനെ കുറിച്ച് ബോധവാനാകണം. അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. ഡോക്ടർ വൂൾഫ് നൽകുന്ന ഈ അതിശക്തമായ ഉൾക്കാഴ്ച മറ്റെല്ലാ ആചാര്യന്മാരും ഇതേ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനെ തുടർന്നു വരുന്ന വാക്കുകൾ അതീവ ശക്തിയോടെ ഒരു സൃഷ്ടിക്കുള്ള ആഹ്വാനമാകുന്നു. കാരണം നിങ്ങളത് വാസ്തവമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ദൃഢതയോടെയുള്ള ഒരു പ്രസ്താവനയാണത്. അതുകൊണ്ട് ഞാൻ തളർന്നുപോയി, ഞാൻ തകർന്നുപോയി, ഞാൻ രോഗിയാണ്, ഞാൻ വൈകിപ്പോയി, ഞാൻ പൊണ്ണത്തടിയനാണ്, ഞാൻ കിഴവനാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഭൂതം പറയുന്നു, താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള ആജ്ഞയാണ് എന്ന്. ഇതറിയാമെന്നിരിക്കെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ആ വാക്ക്, ഞാനെന്ന വാക്ക് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രയോഗിച്ചുകൂടെ? ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടുന്നു. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ധാരാളം സമ്പത്തുള്ളയാളാണ്. ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്. ഞാൻ എപ്പോഴും കൃത്യസമയം പാലിക്കും. ഞാൻ നിത്യ യൗവനം നേടിയിട്ടുണ്ട്. ഞാൻ സദാ ഊർജ്ജസ്വലനാണ് എന്നിങ്ങനെയൊക്കെ ആയാലെന്താ? ചാൾസ് ഹാനൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർ കീ സിസ്റ്റം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സംയോജിപ്പിക്കുന്ന ഒരു പ്രമാണീകരണമുണ്ട്. അത് എല്ലാ കാര്യങ്ങൾക്കും തമ്മിൽ ഒരു ലയം സൃഷ്ടിക്കുന്നു. അതിനു കാരണം ഈ പ്രമാണീകരണം കർശനമായും സത്യത്തോട് പൊരുത്തപ്പെട്ടിരിക്കും. സത്യം പ്രത്യക്ഷമാകുമ്പോൾ എല്ലാവിധത്തിലുള്ള തെറ്റുകളും പൊരുത്തക്കേടുകളും മാഞ്ഞു പോയേ തീരൂ. അദ്ദേഹം പറയുന്ന ആ പ്രമാണീകരണം ഇതാണ്: ഞാൻ പൂർണ്ണതയുള്ള ഉദാന്തമായ കഴിവുള്ള വ്യക്തിയാണ്. എന്നിൽ കരുത്തും ശക്തിയുമുണ്ട്. സ്നേഹവും പൊരുത്തവും സന്തോഷവുമുണ്ട്. നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്നവയെ അദൃശ്യമായ അവസ്ഥയിൽ നിന്ന് ദൃശ്യമായി മാറ്റുക പ്രയാസമുള്ള പണിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈ എളുപ്പവഴി പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ പരമമായ വസ്തുവായി കാണുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകാശവേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. നിങ്ങൾ ആവശ്യപ്പെടുന്ന നിമിഷത്തിൽ അത് പ്രപഞ്ചത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ മണ്ഡലം എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും വിഭാവനം ചെയ്യുകയും അത് യാഥാർത്ഥ്യമാണെന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ അത് സാക്ഷാത്കരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ല. നിങ്ങളുടെ ശ്രേഷ്ഠ മാതൃകയിൽ വിശ്വാസമർപ്പിക്കുക. ആ ശ്രേഷ്ഠ മാതൃക നിങ്ങൾ സഫലീകരിച്ച് യാഥാർത്ഥ്യമാണെന്ന് കരുതുക. ചാൾസ് ഹാനൽ. ഹെൻറി ഫോർഡ് തന്റെ മോട്ടോർ വാഹനം എന്ന ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ചുറ്റുമുള്ളവർ പരിഹസിച്ചു. അയാൾ ഒരു ഭ്രാന്തൻ ആശയവും കൊണ്ടു നടക്കുകയാണെന്ന് എല്ലാവരും കരുതി. പക്ഷെ അദ്ദേഹത്തെ പരിഹസിച്ച ആളുകൾക്ക് അറിയാത്ത കാര്യം ഹെൻറി ഹെഡ്വിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് രഹസ്യം അറിയാമായിരുന്നു. പ്രപഞ്ചത്തിന്റെ നിയമം അറിയാമായിരുന്നു. നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ സാധിക്കില്ല എന്നും തോന്നുന്നുണ്ടാകാം. രണ്ട് തോന്നലും ശരിയാണ്. ഹെൻറി ഫോർഡ്. നിങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ ആ അറിവ് കൊണ്ട് എന്തും നേടാനാകും, ചെയ്യാൻ കഴിയും. മുമ്പ് നിങ്ങൾ സ്വന്തം കഴിവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിശ്രേഷ്ഠമായ മനസ്സാണ് നിങ്ങളുടേത് എന്ന്. ഈ ശ്രേഷ്ഠമായ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഏതു കണ്ടുപിടുത്തവും, ഏതു പ്രചോദനവും, ഏത് ഉത്തരവും, ഏത് കാര്യവും സാധിക്കാനാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയും. വാക്കുകളാൽ വിവരിക്കാനാകാത്ത ഒരു വിശിഷ്ട പ്രതിഭയാണ് നിങ്ങൾ. ഇത് നിങ്ങളോട് തന്നെ പറയുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക. മൈക്കൽ ബെർണാഡ് ബേക്കവിത്ത്. ഇതിനെന്തെങ്കിലും പരിധിയുണ്ടോ? യാതൊന്നുമില്ല. നമുക്ക് പരിധികളില്ല, പരിമിതികളുമില്ല. ഈ ഭൂമുഖത്തെ ഓരോ വ്യക്തിയിലുമുള്ള കഴിവും പ്രാഗൽഭ്യവും വരപ്രസാദങ്ങളും പരിധിയില്ലാത്തതാണ്.
നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധമുണ്ടാവണം. സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധമാണ്. ആ ശക്തിയെ ബോധമണ്ഡലത്തിൽ നിലനിർത്തലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങളുടെ മനസ്സ് നിയന്ത്രണം വിട്ടു പായുന്ന ഒരു തീവണ്ടി പോലെയാകും. അത് നിങ്ങളെയും വഹിച്ചുകൊണ്ട് കഴിഞ്ഞ കാല ചിന്തകളിലേക്ക് കുതിക്കും. അവിടെ നിന്ന് പഴയ കാലത്തെ ചില അനിഷ്ട സംഭവങ്ങളെ പെറുക്കിയെടുത്ത് അത് നിങ്ങളുടെ ഭാവി ചിന്തയിലേക്ക് കൊണ്ടുപോകും. ആ അനിഷ്ട സംഭവങ്ങളെ ഭാവിയിലേക്ക് സന്നിവേശിപ്പിക്കും. കടിഞ്ഞാണില്ലാത്ത ആ ചിന്തകൾ പലതിനെയും സൃഷ്ടിക്കുകയും ചെയ്യും. ഉണർവോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വർത്തമാന കാലത്തിലുണ്ടാകും. നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതുതന്നെയാണ് എല്ലാ ശക്തിയുടെയും അടിസ്ഥാനം. എങ്ങനെയാണ് കൂടുതൽ ബോധവാനാകുക? അതിനുള്ള ഒരു വഴി, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ എന്നിലുള്ള വികാരാനുഭവം എന്താണ് എന്ന് സ്വയം ചോദിക്കുക എന്നതാണ്. ചോദിക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളിൽ ആ ബോധം ഉണരുന്നു. കാരണം നിങ്ങൾ മനസ്സിനെ വർത്തമാനകാലത്തേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുമ്പോഴെല്ലാം ഇപ്പോൾ എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് സ്വയം കൊണ്ടുവരിക. ദിവസേന 100 കണക്കിന് തവണ ഇത് ആവർത്തിക്കുക. എന്തുകൊണ്ടെന്നാൽ ഓർക്കുക, നിങ്ങളുടെ ശക്തി എന്നത് നിങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധമാണ്. ഓർമ്മിക്കാൻ, ഓർക്കുക എന്ന വാക്കുകളിലൂടെ മൈക്കിൾ ബെർണാഡ് ബേക്കവിത്ത് ശക്തിയെക്കുറിച്ചുള്ള അവബോധമെന്ന ആശയത്തിന്റെ ആകെ തുക വ്യക്തമാക്കുന്നു. ഈ വാക്കുകൾ എൻ്റെ ജീവിതത്തിന്റെ തീം സോങ് ആയി മാറിയിരിക്കുന്നു. എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ട് പോവുകയും നിലവിട്ട് പെരുമാറുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ സ്വയം കൂടുതൽ ബോധം നേടുന്നതിനും അതിലൂടെ ഓർമ്മിക്കുവാൻ, ഓർക്കുന്നതിനും വേണ്ടി എന്നെ ചെറുതായൊന്ന് തട്ടിയുണർത്താൻ ഞാൻ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാറുണ്ട്. ഈ തട്ടിയുണർത്തൽ ഞാൻ അറിയാതെ എന്തെങ്കിലും മുട്ടുന്നതായോ, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ വീഴുന്നതായോ, ഒരു വലിയ ശബ്ദമായോ, സൈറൽ മുഴങ്ങുന്നതായോ ഒക്കെ സംഭവിക്കാം. ഈ സൂചന കിട്ടിയാൽ ഉടൻ ഞാൻ സ്വയം ചോദിക്കും, എന്താണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്? എൻ്റെ വികാരാനുഭവം എന്താണ്? എനിക്ക് എന്നെക്കുറിച്ച് ബോധമുണ്ടോ? ഞാനിത് ചെയ്യുന്ന നിമിഷത്തിൽ എനിക്ക് അതേക്കുറിച്ച് ശരിയായ ബോധമുണരുന്നു. എനിക്ക് ബോധമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ അതിലേക്കെത്തുന്നു. നിങ്ങൾക്ക് ബോധം കൈവരുന്നു. ശക്തിയുടെ യഥാർത്ഥ രഹസ്യം ആ ശക്തിയെക്കുറിച്ചുള്ള ബോധം തന്നെയാണ്. ചാൾസ് ഹാനൽ. ഈ രഹസ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാനാകുമ്പോൾ, അത് ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. ആകർഷണ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി തുടങ്ങിയാൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന ഒരു ശീലം വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം ലഭിക്കും. ആ ആവശ്യത്തിനായി ഈ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാർഗനിർദ്ദേശം നിങ്ങൾ തേടുകയാണെങ്കിൽ അത് ചോദിക്കുക. നിങ്ങൾക്കത് കിട്ടും എന്ന് വിശ്വസിക്കുക. എന്നിട്ട് ഈ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജ് തുറക്കുക. നിങ്ങൾ തുറക്കുന്ന ആ പേജിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ തേടുന്ന മാർഗനിർദ്ദേശം നിങ്ങൾക്ക് കാണാം. സത്യത്തിൽ ഈ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള ബോധം ഇല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് അവ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാറ്റിനെക്കുറിച്ചും ബോധവാനാകണം. കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ എണ്ണമറ്റ വഴികളുണ്ട്. പത്രത്തിൽ നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തലവാചകത്തിലൂടെയാകാം, മറ്റാരോ സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയാകുന്നതിലൂടെയാവാം, റേഡിയോയിൽ കേൾക്കുന്ന ഒരു ഗാനത്തിലൂടെയാവാം, അതുവഴി കടന്നുപോന്ന ഒരു വാഹനത്തിൽ കണ്ട ഒരു പരസ്യത്തിലൂടെയാകാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രചോദനത്തിലൂടെയാകാം. ഓർമ്മിക്കാൻ ഓർക്കുക, ബോധത്തോടെ ഇരിക്കുക. സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഞാൻ ശ്രദ്ധിച്ച കാര്യം, നമ്മൾ നമ്മളെക്കുറിച്ച് വേണ്ടത്ര നല്ലത് ചിന്തിക്കുന്നില്ല. നമ്മൾ പൂർണ്ണമായി സ്വയം സ്നേഹിക്കുന്നില്ല എന്നതാണ്. നമ്മൾ സ്വയം സ്നേഹിക്കാതിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരില്ല. സ്വയം സ്നേഹിക്കാതിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അവയെ നമ്മളിൽ നിന്ന് തള്ളി അകറ്റുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിനെല്ലാം, എന്തുമാകട്ടെ, പ്രചോദനം സ്നേഹമാണ്. യുവത്വം, പണം,
ഉത്തമ പങ്കാളി, ജോലി, നല്ല ശരീരം, ആരോഗ്യം ഇവയെല്ലാം നേടുക എന്നാൽ സ്നേഹം എന്ന വികാരം അനുഭവിക്കലാണ്. എന്തിനെങ്കിലും നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മൾ സ്നേഹം പ്രസരിപ്പിക്കണം. അപ്പോൾ അവയെല്ലാം തൽക്ഷണം പ്രത്യക്ഷമാകും. പക്ഷേ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ തരംഗം പ്രസരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം സ്നേഹിക്കണം. ഇത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കൺമുന്നിലുള്ളതിൽ മാത്രം മനസ്സു കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് കാലിടറിപ്പോകും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണുന്നത്, മനസ്സിൽ തോന്നുന്നത് നിങ്ങളുടെ പഴയ ചിന്തയുടെ ഫലമാണ്. നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നില്ലെങ്കിൽ മുമ്പ് നിങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് കരുതിയിരുന്ന ഒരുപാട് കുറ്റങ്ങളും കുറവുകളും നിറഞ്ഞ ഒരു വ്യക്തിയെ ആയിരിക്കും ഇപ്പോഴും നിങ്ങളുടെ പ്രതിരൂപമായി കാണുക. പൂർണ്ണമായും സ്വയം സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഒരു പുതിയ മാനത്തിൽ വീക്ഷിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള സാന്നിധ്യം ശരിക്കും അറിയണം. ഒരു നിമിഷം എനങ്ങാതിരിക്കുക. നിങ്ങൾക്കുള്ളിലുള്ള ജീവസാന്നിധ്യം അനുഭവിക്കുക. ആ സാന്നിധ്യത്തിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ചാൽ അത് നിങ്ങൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടും. പരിശുദ്ധമായ സ്നേഹത്തിന്റെയും നിർവൃതിയുടെയും വികാരമാണത്. പരിപൂർണതയാണത്. നിങ്ങൾ എന്ന പൂർണ്ണത, നിങ്ങൾ എന്ന യാഥാർത്ഥ്യം ആ സാന്നിധ്യത്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ, അതിനെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, ആ സാന്നിധ്യത്തെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ സ്നേഹിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി എപ്പോഴെങ്കിലും വിമർശനാത്മകമായ കണ്ണുകളോടെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കാൻ ഇടവന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സാന്നിധ്യത്തിലേക്ക് ശ്രദ്ധ മാറ്റുക. ആ പൂർണ്ണത നിങ്ങൾക്ക് മുന്നിൽ സ്വയം വെളിപ്പെടുത്തും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെട്ടിരുന്ന കുറവുകളും പോരായ്മകളും മാഞ്ഞു പോകും. കാരണം ആ സാന്നിധ്യത്തിന്റെ പൂർണ്ണതയ്ക്ക് മുൻപിൽ ന്യൂനതകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഉത്തമമായ കാഴ്ചശക്തി തിരികെ നേടാനോ, രോഗം ശമിച്ച് സ്വാസ്ഥ്യം കൈവരിക്കാനോ, ദാരിദ്ര്യം മാറി സമ്പൽ സമൃദ്ധി നേടാനോ, വാർദ്ധക്യത്തെയും ജരാനരകളെയും തടഞ്ഞു നിർത്താനോ, നിഷേധഭാവങ്ങളെ നിർമാർജനം ചെയ്യാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആന്തരിക സാന്നിധ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുക. ഉദാത്തവും പൂർണ്ണവുമായ ആ സാന്നിധ്യം എല്ലാം സാക്ഷാത്കരിച്ചു തരും. ഞാൻ എന്നത് ഉദാത്തവും പൂർണ്ണവുമാണ് എന്നുള്ളതാണ് ആത്യന്തികമായ സത്യം. യഥാർത്ഥ ഞാൻ ആത്മീയമാണ്. അതിനാൽ തന്നെ അതിന് ഒരിക്കലും അപൂർണത ഉണ്ടാവില്ല. അതിനൊരിക്കലും ന്യൂനതകളോ പരിമിതികളോ വ്യാധികളോ ഉണ്ടാവില്ല. ചാൾസ് ഹാനൽ.